ഹായ്, ഇന്ന് എൻ്റെ അച്ഛൻ മരണപ്പെട്ടതിൻ്റെ ഒന്നാമത്തെ വാർഷികമായിരുന്നു. നമ്മളിന്ന് കണ്ണൂർ IRPCയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാമെന്നൊരു ഇതിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അച്ഛൻ്റെ ഒരുപാട് ഓർമ്മകൾ ഉള്ളൊരു സ്ഥലമാണ് നമുക്കിത്. അച്ഛനിവിടെ കുറച്ച് മാസങ്ങൾ ഇവിടെ അച്ഛൻ കടന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് അച്ഛൻ ഒരുവിധം ബെറ്ററായി വരുന്ന സമയത്താണ് കോവിഡ് വരികയും കോവിഡ് വന്ന് സ്ഥാപനം അടച്ചു പൂട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലം അച്ഛൻ അവിടെ നിന്ന് കോവിഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ IRPC തന്നെ ആയിരുന്നെങ്കിൽ അച്ഛൻ ഒരുപക്ഷെ കുറേ മുന്നേ തന്നെ അച്ഛൻ നടക്കാനും സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമായിരുന്നു. പിന്നെ അച്ഛൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ തന്നെയാണ് അച്ഛന് ഫിസിയോതെറാപ്പി ചെയ്തു കൊടുത്തതൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ആശ്ചര്യം തോന്നിയൊരു കാര്യം, നമ്മളെ വീട്ടിൽ IRPCൻ്റെ സേവനമായിട്ട് വന്നിരുന്ന രാജേട്ടൻ, ആ രാജേട്ടൻ ഇന്നവിടെ വളണ്ടിയറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ദിവസം തന്നെ ഞങ്ങൾക്ക് അവിടെ ഭക്ഷണം നൽകാനും പറ്റി എന്നുള്ളതൊരു മറ്റൊരു കാര്യമാണ്. രാജേട്ടനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു മനസ്സിനൊരു വിങ്ങലുണ്ടായി. കാരണം അച്ഛന് രാജേട്ടൻ വരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ രാജേട്ടൻ വന്നിട്ട് അച്ഛൻ്റെ കൈയൊക്കെ പിടിച്ച് അച്ഛൻ്റെ ഈ തളർന്നു പോയ കൈ പിടിക്കുകയും അതിങ്ങനെ കൈ ഫിസിയോതെറാപ്പി ചെയ്യുന്ന പോലെയൊക്കെ ചെയ്ത് കൊടുക്കുക, അച്ഛനോട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്യും, അച്ഛനോടൊക്കെ ശരിയാവുന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ എനിക്ക് രാജേട്ടനെ കുറിച്ച് പറയുമ്പോൾ, രാജേട്ടനെ കാണുമ്പോൾ എനിക്ക് അച്ഛൻ്റെ ആ ഒരു രോഗാവസ്ഥയിലുള്ള കാര്യങ്ങളൊക്കെ വല്ലാതെ ഓർമ്മ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു അനുഭവം രാജേട്ടൻ ഇവിടെ ഉള്ളതാണ്. കാരണം വെച്ചാൽ അച്ഛൻ്റെ ഓർമ്മ ഉള്ള അച്ഛൻ്റെ ആ കിടപ്പിലായ സമയത്തുള്ള അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞിട്ടോ, ഇന്ന് 11-ാം തീയതിയും അതുപോലെ തന്നെ മാസത്തിൽ 23-നും 2 ദിവസമാണ് സ്വാതന്ത്ര്യ കേന്ദ്രത്തിൽ മയിൽ സോണൽ കമ്മിറ്റി വളണ്ടിയർമാരെ അയച്ച് പരിചരണം നൽകേണ്ടത്. അപ്പോൾ 11-ന് രാവിലെ ഞാനും എൻ്റെ 3 സുഹൃത്തുക്കളും കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വന്ന് കയറുമ്പം തന്നെ ഞാൻ ഇവിടുത്തെ ചുമരുമേൽ നോക്കുമ്പോൾ ചന്ദ്രാട്ടൻ്റെ കളപ്പുരക്കൽ ചന്ദ്രൻ ആ ഫോട്ടോ കണ്ടു. കാണുമ്പോഴേക്കും എനിക്ക് ബോധ്യമായി ചന്ദ്രാട്ടൻ്റെ. എനിക്കത് ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നീടാണ് മനസ്സിലായത് ചന്ദ്രാട്ടൻ ഇന്നാണ് നമ്മെ വിട്ടു പിരിഞ്ഞിരുന്നത്. തീർച്ചയായും ചന്ദ്രാട്ടനെ പരിചരിക്കുന്ന ഘട്ടത്തിൽ സ്വാതന്ത്ര്യ കേന്ദ്രത്തിൽ പറഞ്ഞേക്കാനും അതുപോലെ തന്നെ ഇവിടുത്തെ പരമാവധി സേവനം ലഭ്യമാക്കിക്കൊണ്ട് കുറച്ച് മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് മാറാനും ഉപകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് എല്ലാ മാസവും പരമാവധി അവരാവശ്യപ്പെടുന്ന ദിവസം എല്ലാ മാസവും പഞ്ചായത്തിൻ്റെ പാലിയേറ്റീവ് സംവിധാനത്തിൻ്റെ കൂടെ ഞാൻ ചന്ദ്രാട്ടൻ്റെ വീട്ടിൽ പോകാറുണ്ട്, ആവശ്യമായ സഹായങ്ങൾ ചെയ്യാറുണ്ട്. ചന്ദ്രാട്ടൻ കുറേ കൂടി മെച്ചപ്പെട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പിന്നീട് അവസാനം വീണ്ടും ഒരു സ്ട്രോക്ക് പോലെ വന്ന് ജീവിതത്തിൽ നിന്ന് വേർപിരിയുകയാണ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ചന്ദ്രാട്ടൻ്റെ ഭാര്യയും മക്കളും ഞങ്ങൾ ഉച്ചയോടുകൂടി വേഗം നമ്മളെ സേവനം കഴിഞ്ഞ് പിരിഞ്ഞു പോകാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ചന്ദ്രാട്ടൻ്റെ ഭാര്യയും മക്കളും കൂടി ചേർന്ന് ഈ സ്വാതന്ത്ര്യ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അവരൊന്നിച്ച് ഭക്ഷണം കഴിക്കാനും രോഗികളോടൊത്ത് പങ്കിടാനും കിട്ടിയ അവസരം എന്നുള്ളതൊക്കെ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ആ സന്ദർഭത്തെ കാണുന്നത്. തീർച്ചയായും ഞങ്ങളുടെ ഈ സേവനത്തിന് നൽകി കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഈ ഒരു സന്ദർഭത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. IRPCയുടെ പ്രവർത്തനം, ഈ നിലക്കുള്ള പ്രവർത്തനം ഇങ്ങനെയുള്ള സുമനസ്സുകളുടെ സഹായഹസ്തം കൊണ്ടാണ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അതിനിയും ഇതുപോലുള്ള ആളുകൾ ഇനിയും മുമ്പോട്ട് വരണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ചന്ദ്രാട്ടൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.